ലോക കേരള സഭ തുടങ്ങാൻ പോവുകയാണ്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ വേദിയിലേക്ക് കയറാനായി സദസ്സിന്റെ മുൻനിരയിലുണ്ട്. മൈക്കിലൂടെ അവതാരക അറിയിച്ചു. സദസ്സും ഗാലറിയും ഒന്നടങ്കം എഴുന്നേറ്റ് നിവർന്നു നിന്നു. അഭിമാനത്തോടെ കേൾക്കാനായി മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും മുൻനിരയിൽ തന്നെ. ദേശീയഗാനം കേൾക്കുന്നില്ല. നിശബ്ദത വല്ലാണ്ട് നീണ്ടു. ആർക്കും ഒന്നും മനസ്സിലായില്ല. മുഖ്യമന്ത്രി സ്പീക്കറെയും റവന്യൂ മന്ത്രിയെയും നോക്കി എന്തോ പിറുപിറുത്തു. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മൈക്കോ, മൈക്ക് കാണുമ്പോൾ മുഖ്യമന്ത്രിയോ ഇടയുന്നതാണല്ലോ പതിവ്. ഇതിപ്പോൾ സൗണ്ട് വില്ലനായി. ദേശീയഗാനം പ്ലേ ചെയ്ത സിസ്റ്റം ചതിച്ചാശാനെ. സൗണ്ട് ഓപ്പറേറ്ററുടെ നിലവിളി ശബ്ദം കേട്ടില്ലെന്നേ ഉള്ളൂ. സംഘാടകരുടെ ഉള്ളിൽ ആദിയായി. ക്രൈസിസ് മാനേജറായി നോർക്ക സെക്രട്ടറി കെ വാസുകി IAS രംഗത്തിറങ്ങി. വേദിയിലുണ്ടായിരുന്ന അവതാരകയും മറ്റു രണ്ടുപേരെയും കൂട്ടി ഓടിയെത്തി. ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ. 52 സെക്കൻഡ് കൊണ്ട് പ്രശ്നപരിഹാരം. പക്ഷേ ദേശീയ ഗാനാലാപനം കേട്ടപ്പോൾ സദസ്സിലുള്ളവരുടെ മനസ്സിൽ 2 ചിന്തകൾ വന്നുപോയി. മാസങ്ങൾ മുൻപ് ഇതേ വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ആവർത്തിക്കുമോ? താങ്ക് യു സാർ. വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. ദേശീയ ഗാനം ആലപിച്ച ഒരു കോൺഗ്രസ് നേതാവിന് പറ്റിയത് ആവർത്തിക്കുമോ? ജനഗണ മംഗളദായക ജയ ഹേ. ഒരു മിനിറ്റ്, അവിടെ CD. ലോക കേരള സഭയിൽ ഒന്നും സംഭവിച്ചില്ല. ശുഭമായി അവസാനിച്ചു. ക്യാമറമാൻ അരുൺ മുരളീധരനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.